വിവിധ അംഗനവാടികളുടെ വാർഷികാഘോഷമായ വർണ്ണോത്സവം 2024 ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ നിർവഹിച്ചു. പഞ്ചായത്തിന് കീഴിലുള്ള 16 അംഗനവാടികളിൽ നിന്നായി 100-ലേറെ കുട്ടികളാണ് വാർഷികാഘോഷത്തിൽ മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ അംഗനവാടികളുടെയും ആഭിമുഖ്യത്തിലാണ് അംഗനവാടികളുടെ വാർഷികാഘോഷം നടത്തിയത്. വർണ്ണോത്സവ് 2024 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം മുതലാണ് നമ്മുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ അംഗനവാടി കലോത്സവം എന്ന പേരിൽ കഴിഞ്ഞ വർഷം 2023 നമ്മൾ വളരെ മനോഹരമായി ആഘോഷിച്ചു. അതിനുശേഷം വർണ്ണോത്സവ് 2024 എന്ന് പറഞ്ഞ ഇന്ന് നമ്മൾ ഇവിടെ ഈ ഒരു വേദി കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരു വേദി ഒരുക്കുക, അവരുടെ കായിക മേള നമ്മൾക്കില്ല. അപ്പോൾ കലാപരമായും സാഹിത്യപരമായും ഒക്കെയുള്ള വാസനകള് പ്രകടിപ്പിക്കുവാനുള്ള ഒരു വേദി, അംഗൻവാടിയുടെ ഒരു 4 ചുറ്റുമതിൽക്കുള്ളിൽ കുട്ടികളുടെ കലാപരിപാടികൾ ഒതുങ്ങാതെ അവർക്ക് ലഭിക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു മറ്റ് സ്കൂളുകളിലൊക്കെ നഴ്സറികളിലൊക്കെ LKG ആനിവേഴ്സറികൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുമ്പോൾ ഇന്ന് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അംഗനവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും നിരന്തരമായ പരിശീലനമാണ് കുട്ടികളുടെ കലാപരിപാടികൾ മികവുറ്റതാക്കി മാറ്റുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിനി ജിജോയ് സ്വാഗതം ആശംസിച്ചു. വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾക്കെല്ലാവർക്കും സമ്മാനവും നൽകിയാണ് പഞ്ചായത്ത് ഭരണസമിതി വർണ്ണോത്സവം 2024 അവിസ്മരണീയമാക്കിയത്. ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷേർലി ജോയ്, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ മാജി സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോളി എബ്രഹാം, ജയശ്രീ സനൽ, സുരേഷ് സനൽ, സുരേഷ് ജോസഫ്, സുമോൻ ചെല്ലപ്പൻ, സന്തോഷ് കോരപ്പിള്ള, സുജിത സദൻ, ICDS സൂപ്പർവൈസർ ജീന ടി, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഉമ്മൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള 16 അംഗനവാടികളിൽ നിന്നായി 100-ലേറെ കുട്ടികളാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചത്. ഓരോ വർഷം ചെല്ലുന്നതോറും വളരെ കളർഫുള്ളായിട്ട് മാറുകയാണ് നമ്മുടെ അംഗൻവാടി കലോത്സവങ്ങൾ. രണ്ടാമത്തെ വർഷത്തിലേക്ക് വന്നപ്പോഴത്തേനും ഒത്തിരിയേറെ കുട്ടികൾ അണിഞ്ഞൊരുങ്ങി വിവിധ ഫാൻസി ഡ്രസ്സ് ഡാൻസിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരുമാണ്. അവരുടെ ഒരു നിതാന്തമായ ജാഗ്രതയും ഈ വർണ്ണോത്സവം വിജയിപ്പിക്കണമെന്നുള്ള ആ ദൃഢനിശ്ചയവുമാണ് നമുക്ക് ഈ കലോത്സവം ഇത്ര മനോഹരമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചത്. നമുക്കറിയാം, കൊച്ചുകുട്ടികൾ അവരുടേതായ ലോകത്താണ്. ഞാൻ വലിയ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഒരു പ്രസംഗത്തിന്റെ ഔചിത്യം എന്ന് പറയുന്നത് സദസ്സിനെ അറിഞ്ഞുകൊണ്ട് പ്രസംഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു സദസ്സിൽ, ഒരു വലിയ സദസ്സിൽ പറഞ്ഞു, ഒരു പ്രസംഗത്തിന്റെ ഔചിത്യം എന്ന് പറയുന്നത് ആ സദസ്സിനെ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.